ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? വാ, നമുക്കിത്തിരി കടൽ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടനും കൂട്ടുകാരനും കൂടി ഇത് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് കഴുകി വാരി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഞണ്ട് റോസ്റ്റ് നമ്മളുടെ അമ്മയുടെ വകയാണ്. അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അരിയുക. സവാള കുന അരിയുന്നുണ്ട് അമ്മ. അത് കഴിഞ്ഞ് പച്ചമുളക് ഒരു 3-4 എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ചേട്ടന് എരിവ് ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞ് തക്കാളി അരിയുന്നുണ്ട്. തക്കാളി അരിഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞ് ഇഞ്ചി അരിയുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അരിയുന്നത്. നമ്മുടെ അപ്പാപ്പൻ നമ്മുടെ മോളായിട്ടിരിക്കുക. രണ്ടുപേരും നല്ല കൂട്ടാണ്. സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ പരിപാടിയിലേക്ക് പോവാം. പാനൊഴിച്ച് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ചതച്ച് വെച്ച വെളുത്തുള്ളി അങ്ങിട്ടു. അതൊരു മണം വരുമ്പോൾ നമുക്കൊരു ഇഞ്ചി ഇട്ടു. അത് കഴിഞ്ഞ് കറിവേപ്പില കൂടി ഇടുവേ. സവാള ഇട്ടു. സവാള നല്ല രീതിക്ക് ഗോൾഡൻ കളറായിട്ട് വരണം. അമ്മ അത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഉപ്പിട്ടു. അത് കഴിഞ്ഞ് നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് നല്ല രീതിക്ക് ഇങ്ങനെ പുരട്ടിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത്തിരി കുരുമുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞ് ഇത്തിരി ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ തക്കാളി എല്ലാം ഇട്ടു. സൂപ്പറാക്കി ഇങ്ങനെ പുരട്ടിയിടുമ്പോൾ നല്ല സ്മെല്ലായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചു നല്ല പുരട്ടി നല്ല കുറുക്ക് പോലെ അങ്ങെടുത്തു. ഈ ഞണ്ട് ചുറ്റിനും നല്ല സൂപ്പറാക്കി ഇങ്ങനെ ഡെക്കറേഷൻ എന്നാക്കി ഇട്ടേക്കുന്ന അമ്മ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിനി സെറ്റായിട്ട് കാണാം. സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഞണ്ട് നല്ല റോസ്റ്റായിട്ടുണ്ട്. കാണാൻ തന്നെ എന്തോ രസയില്. ഇനി നമുക്ക് ചേട്ടൻ്റെ റിയാക്ഷൻ കാണാം. ചേട്ടന് ഒത്തിരി ഇഷ്ടമായി ഗൈസ്. ചേട്ടന് അത് ഭയങ്കര ഇഷ്ടമായി. ചേട്ടൻ്റെ കൂട്ടുകാരനും കൂടി അത് കഴിക്കുക. നമ്മുടെ അണ്ണാൻ്റെ അവിടെ ഇരിപ്പുണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ലഞ്ച്. ഞണ്ട്, മെഴുക്കുരട്ടി, തീയൽ, മീൻപീര. ഓക്കെ ബൈസ്, കഴിച്ചിട്ട് കാണാം ഇനി.